ഒന്ന് തെസ്സലോനിയൻസ് രണ്ടാമത്തെ അധ്യായം 7 വാക്യം മുതൽ 9 വാക്യം വരെ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 7 to 9 ആണ് ഇന്ന് നമ്മുടെ തുടർമാനമായിട്ടുള്ള പഠനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വാക്യങ്ങൾ. അതൊക്കെയാണ് ഞാനത് വായിക്കുന്നു. 7, 8, 9 വാക്യങ്ങൾ. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ ഈ 2-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ 2 ആഴ്ചകൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ കർത്താവ് നമ്മളോട് കൃപ ചെയ്തു. അതിനകത്ത് നമ്മൾ പ്രധാനമായും ചിന്തിച്ച കാര്യം പൗലോസ് അപ്പോസ്തലന്റെ ആ ഇന്റേണലായിട്ടുള്ള തൻ്റെ ആ വെർച്യൂസ്, തൻ്റെ ആ സ്വഭാവം, തൻ്റെ ആ ഗുണം വളരെ ഒരു എതിരാളികൾ തന്നെ ആക്രമിക്കാനായിട്ട് അവർ പറഞ്ഞ ദൈവമക്കളുടെ ഇടയിൽ കലക്കമുണ്ടാക്കിയ ആ കാര്യങ്ങളെ വളരെ പോളിമിക്കായിട്ടുണ്ട്, വളരെ ഡിഫൻസ് മൂഡിൽ നിന്നുകൊണ്ട് ആ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ അറിയുന്നുവല്ലോ. അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ഒരു വാക്ക് പ്രത്യേകിച്ച് ഈ അധ്യായത്തിനകത്ത് അവിടെ അപ്പോസ്തലൻ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ കോൺഫിഡന്റ് ആയിരുന്നു ദൈവത്തിന്റെ ശക്തിയെപ്പറ്റി. പ്രതിസന്ധികളുടെ നടുവിൽ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹം. രണ്ടാമത്തേത്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ അല്ല. അതിന്റെ അർത്ഥം തൻ്റെ പ്രബോധനം വളരെ സത്യസന്ധമായിരുന്നു. ദൈവികമായ ട്രൂത്താണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് എന്നാണ് 2ഉം 3ഉം വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ആ ദൈവഭൃത്യൻ എഴുതി വെച്ചേക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ആ ദൈവമാണ് ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങളെ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞ പോലെ. കാരണം ഞങ്ങളെ വിളിച്ചത് വേറെ ആരുമല്ല, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലല്ല, വേറെ ആരും ഞങ്ങളെ അപ്പോയിന്റ് ചെയ്ത് അയച്ചതല്ല, ദൈവം നേരിട്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞ് ആ ദൈവീക വിളിയിലുള്ള തൻ്റെ അതോറിറ്റിയാണ് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. 5-ാമത്തെ വാക്യത്തിനകത്ത് തൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ പറ്റിയുള്ള തൻ്റെ പരിജ്ഞാനം, പോള് വളരെ വിശ്വസ്തനാകാൻ തൻ്റെ ഇന്റേണലായിട്ടുള്ള ആ ദൈവീകത, തൻ്റെ ഇന്റേണലായിട്ടുള്ള ദൈവഭക്തി എടുത്തു പറയാനായിട്ടുള്ള കാര്യം ദൈവത്തെ പറ്റിയുള്ള തൻ്റെ നോളജാണ്, ഗോഡ്സ് നോളജാണ്. വളരെ ഹോളിയായിട്ട്, വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ള ആളായിട്ട് ജീവിക്കാൻ തനിക്ക് പ്രേരണ നൽകിയത്. 5-ാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ മറ്റ് റിലീജിയസ് ലീഡേഴ്സ്, വാണ്ടറിങ് ട്രാവലിംഗ് റിലീജിയസ് ലീഡേഴ്സ് മറ്റ് പല ബഹുമാനങ്ങളും അന്വേഷിക്കുമ്പോൾ, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മനുഷ്യന്റെ മാനമാകുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വം മാത്രമാണ്. തൻ്റെ ആ ടെനാസിറ്റി, തൻ്റെ ആ തീഷ്ണത, തൻ്റെ ആ ഇന്റഗ്രിറ്റി, ആ മനുഷ്യന്റെ അതോറിറ്റി, ആ മനുഷ്യന്റെ ദൈവത്തോടുള്ള അക്കൗണ്ടബിലിറ്റി, തൻ്റെ ഹ്യൂമിലിറ്റി, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് 6 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. 7, 8, 9 വാക്യം, 7 മുതൽ അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകാൽ ഒരു രണ്ട് അലങ്കാരങ്ങൾ, 2 മെറ്റഫർ പറഞ്ഞിട്ടാണ്
ദൈവദാസൻ സഭയ്ക്ക് എഴുതുന്നത്. ആ രണ്ട് മെറ്റഫറാണ് അതിനകത്തെ പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിഷയം. ഞാനത് എന്താണെന്ന് ഇന്ന് ഒരു കാര്യം പറയാം, ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിൽ രണ്ടാമത്തെ കാര്യം പറയും. ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾ 7 മുതൽ 12 വരെയുള്ള വാക്യത്തിനകത്ത് ആ അപ്പോസ്തലനായ പൗലോസും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തിമോത്തിയോസും ശീലാസും, ഇങ്ങനെ ഈ 3 പേരുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആ പറയുന്ന കൂട്ടത്തിൽ അപ്പോസ്തലനാണല്ലോ അവരെ ലീഡ് ചെയ്യുന്നത്, അവരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. ദൈവത്തിന്റെ നിയോഗം ലഭിച്ചത് പോളിനാകയാൽ, ആ ശുശ്രൂഷകനാകയാൽ, നോക്കൂ, ആ ശുശ്രൂഷകൻ എങ്ങനെയാണ് ആ സഭയിൽ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ആ സഭയിൽ ശുശ്രൂഷിച്ചത്, എങ്ങനെയാണ് അവിടെയുള്ള ജനത്തോട് ഇടപെട്ടത്, എങ്ങനെയാണ് പ്രബോധിപ്പിച്ചത്, എങ്ങനെയാണ് ഉത്സാഹിപ്പിച്ചത്, എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞത്, ഏത് ആറ്റിറ്റ്യൂഡോടെയാണ് അവിടെ ഇരുന്നത്, ഇതെല്ലാം ആ വാക്യങ്ങൾക്കകത്ത് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്തുണ്ട്. നോക്കൂ, എന്താണ് അവിടെ ഉപയോഗിച്ചേക്കുന്ന രണ്ട് മെറ്റഫേഴ്സ് എന്നറിയാമോ? ഒന്ന്, ഒരമ്മയുടെ റോളിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്. രണ്ട്, ഞാനൊരു പിതാവിന്റെ റോളിലായിരുന്നു അവിടെ ഇരുന്നത്. ഈ രണ്ട് കാര്യം 7-ാം വാക്യത്തിനകത്ത് നിങ്ങൾ കണ്ടോ, ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. 12-ാം വാക്യത്തിനകത്ത് അപ്പൻ മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കൂ, ഒരു ശുശ്രൂഷകൻ ദൈവസഭയിൽ എങ്ങനായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുകയാണ്. ദൈവമക്കളെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവമക്കളെ വാൺ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവമക്കളെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരെ സാക്ഷ്യം പറഞ്ഞും പ്രബോധിപ്പിച്ചും ദൈവാനുരൂപതയിലേക്ക് നടത്തുക. ഈ രണ്ട് ബാലൻസിങ് മിനിസ്ട്രിയിലൂടെയാണ് ദൈവസഭ വളരേണ്ടത്. ഏതെല്ലാം എന്നെ കേൾക്കുന്ന ആളുകൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഏതെങ്കിലും നിലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുകയോ ആ നിലയിലുള്ള ശുശ്രൂഷകൾ നിവർത്തിക്കുകയോ ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന എല്ലാവരോടും പറയാം, ഈ രണ്ട് റോള് ഒരു വ്യക്തി ദൈവസഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ചെയ്യണം. ഒന്ന്, ഒരമ്മയുടെ റോള്. രണ്ട്, ഒരു പിതാവിന്റെ റോള്. ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ വളരെ ആരോഗ്യകരമായ നിലയിൽ ദൈവസഭയിൽ വളർച്ചയുണ്ടാകുകയുള്ളൂ എന്നതാണ് ഈ വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കാര്യം വായിച്ച് നിങ്ങളെ ഓർപ്പിച്ചിരുന്നു. ഇതായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം. ഡേ കെയർ സെന്റേഴ്സ്, ബൈബിളിൽ പറയുന്ന ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു സാദൃശ്യമുണ്ട്. കുടുംബം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പോള് പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തുമ്പോൾ പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള ദൈവസഭകളെ ഒരുമിച്ച് കണ്ടുകൊണ്ട് ആ യൂണിവേഴ്സൽ ചർച്ചിനെ ഒരു കുടുംബമാക്കി കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നതിന്റെ വിവരണമാണ് ആ അധ്യായത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലെ അംഗങ്ങൾ, അവയവങ്ങൾ, ആ നിലയിലും ഒരു കുടുംബം എന്ന വണ്ണം, ഒരു ശരീരം എന്ന വണ്ണം ദൈവസഭയെ സാദൃശ്യപ്പെടുത്തിയേക്കുന്ന മെറ്റഫർ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിനകത്ത് വായിക്കുന്നുണ്ട്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ദൈവസഭയെ പറ്റി പറഞ്ഞേക്കുന്ന വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റഫറാണ് കുടുംബം. ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ വേണം. ഇപ്പം നമുക്കറിയാവുന്നൊരു വാക്യമുണ്ടല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും.
കുടുംബം സ്ട്രോങ് ആണെങ്കിൽ, കുടുംബം ആത്മീയമുള്ളതാണെങ്കിൽ, കുടുംബം ദൈവവചന പ്രകാരം വിശ്വസ്തയോടെ ജീവിക്കുന്നവരാണെങ്കിൽ അവരൊരുമിക്കുന്ന സഭയും ആത്മീയമുള്ളതായിരിക്കും. അവരൊരുമിക്കുന്ന സഭയും വളർച്ചയുള്ളതായിരിക്കും. അത് ഹെൽത്തി ആയിരിക്കും. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്മോൾ മിനിയേച്ചർ ഫോമിൽ നിന്നാണ്. അതിനെയാണ് സാദൃശ്യമായിട്ട് പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞേക്കുന്നത് ദൈവസഭയാകുന്ന കുടുംബം. നോക്കൂ, ആ ഒരു അഫക്ഷൻ, ആ ഒരു ആർദ്രത, ആ ഒരു സ്നേഹം ദൈവസഭയോട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ ദൈവസഭയെ സ്നേഹിക്കാത്ത, ആ നിലയിലുള്ളൊരു കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ അവര് വാസ്തവത്തിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള വിശ്വാസികളല്ല. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അവരെ സംബന്ധിച്ച്. അവര് ഫെയ്ത്ത്ഫുൾ അല്ല. ദൈവസഭയുടെ വളർച്ച, ദൈവസഭയുടെ ആത്മീയത, ദൈവസഭയുടെ പ്രോഗ്രസ്, അതെല്ലാ നിലയിലും അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹവും അതിനായിട്ട് പ്രാർത്ഥനയും പോരാട്ടവും ഇല്ലാത്ത ആളുകൾ ഫെയ്ത്ത്ഫുൾ ബിലീവേഴ്സ് അല്ല. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഈ വാക്യങ്ങളിലേക്ക് തന്നെ വന്ന് അതിന്റെ വിശദീകരണം പറയാം. ഒന്നാമത്തെ ഭാഗം 7 മുതൽ 9 വരെ ഒരു മദർലി കൺസേൺ ആണ്. മദർലി കൺസേൺ. 10 മുതൽ 12 വരെയുള്ളത് ഒരു ഫാദർലി കൺസേൺ ആണ്. ഇത് രണ്ടും ഒരു കാര്യം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടപാടാണെങ്കിൽ രണ്ടാമത്തേത് വളരെ ഹാർഡായിട്ടുള്ള ഇടപാടാണ്. ഇത് രണ്ടും കൂടെയാണ് ദൈവസഭയുടെ ആ ആത്മീയ വളർച്ചയ്ക്ക് പ്രചോദനമാകേണ്ടത് എന്ന് ദൈവാത്മാവ് ഇവിടെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നു. നോക്കൂ, ഈ ഡേ കെയർ സെന്റേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് മദേഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം, അവിടെ റിലേഷൻഷിപ്പിന് പ്രാധാന്യതയില്ല. ബന്ധങ്ങൾ അവർ സൂക്ഷിക്കാറില്ല. പ്രത്യേകിച്ച് പ്രത്യേകം കെയർ വേണ്ട കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിഗണിക്കാറില്ല. കാരണം എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു കുഞ്ഞ് കരഞ്ഞാൽ ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് അവർക്ക് അനുവാദമില്ല. കാരണം ഒരാളെ എടുത്താൽ മറ്റെല്ലാവരും കരയുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുമാത്രമല്ല, ഒരു കുഞ്ഞ് ഒരു ഡേ കെയറിലെ സബ്സ്റ്റിറ്റ്യൂട്ട് മദറുമായിട്ട് ഒരല്പം അഫക്ഷനോ അറ്റാച്ച്മെന്റോ ആയി കഴിഞ്ഞാൽ ഏതാനും അവേഴ്സ് കഴിയുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് മദർ അവിടെ നിന്ന് മാറുകയാണ്. പിന്നീട് വേറെ ഒരു ബന്ധവും ഇല്ലാത്ത മറ്റൊരാള് ആ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞ് വളരെ ചെറുപ്പത്തിലെ തന്നെ മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി ഒക്കെ ഡൗൺ ആകുന്നു, നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്നുള്ളത് ബന്ധങ്ങൾക്ക് പ്രാധാന്യതയില്ല എന്നൊരു പാഠം പഠിക്കുന്നു എന്നാണ് അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട്. ബന്ധങ്ങൾക്ക് പ്രാധാന്യതയില്ല. ഇതാണ് ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഈ നിലയിലുള്ള ഫാമിലികൾക്ക് കാരണമായി തീർന്നത് എന്ന് വളരെ കൃത്യമായ റിപ്പോർട്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നോട്ട് എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ബന്ധങ്ങളെ അവര് ഭയപ്പെടാൻ ഇടയാകുന്നു ഈ ഒരു വളർച്ച. കാരണം ബന്ധങ്ങൾ പെട്ടെന്ന് മാറുന്ന കൊണ്ട് അവരുടെ സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നു. രണ്ട്, അവര് ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ഭയപ്പെടുന്നു. അവർക്ക് അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾക്ക് പ്രാധാന്യതയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് മദേഴ്സ്, അങ്ങനെയുള്ളൊരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളൊരു കൾച്ചറിലാണ് വളരുന്നത്. എന്നാൽ ഒരു ദൈവസഭയിലെ അംഗങ്ങൾ, ഒരു ദൈവസഭയിലെ ശുശ്രൂഷകനും ദൈവമക്കളും, സഭയിലെ എൽഡേഴ്സ് ആയിക്കോട്ടെ, ഡീക്കൻസ് ആയിക്കോട്ടെ, സഭയിലെ ഏത് ശുശ്രൂഷ ചെയ്യുന്ന ആളുമായിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവസഭ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് മദർ കെയർ ചെയ്യുന്ന പോലെയല്ല. ബന്ധങ്ങൾക്ക് പ്രാധാന്യത ഇല്ലാതെയല്ല. ഒരു ഫിയർ ഫാക്ടർ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എത്രമാത്രം കെയർ വേണോ അവരെ കെയർ ചെയ്യുക, എത്രമാത്രം അവരെ പ്രബോധിപ്പിക്കണമോ അവരെ പ്രബോധിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ദൈവസഭയിൽ നടക്കണം എന്നതാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത്. രണ്ട് കാര്യവും ബാലൻസ് ചെയ്യപ്പെടുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് ജെന്റിൽ നർച്ചറിങ് കെയർ ഓഫ് മദർ. രണ്ടാമത്തെ കാര്യം ലവിങ്
ആൻഡ് അതോറിറ്റേറ്റീവ് എക്സാമ്പിൾ ഓഫ് ദ ഫാദർ. രണ്ട് കാര്യം മനസ്സിലാവുന്നോ? ജെന്റിൽ കെയർ ഓഫ് ദ മദർ ആൻഡ് അതോറിറ്റി ഓഫ് ദ ഫാദർ. ഈ രണ്ട് കാര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീട് വിസിറ്റ് വേണമെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടറിന്റെ കാര്യത്തിൽ യാതൊരു വിധമായ കൺസെഷനും പാടില്ല. ദൈവത്തിന്റെ തിരുവെഴുത്തല്ലാതെ വേറെ ഒന്നും ഒരുവനെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ലോക്കൽ സഭയിൽ പ്രധാനമായിട്ടും ഉണ്ടാകണം. പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ കെയർ സെന്റർ പോലെ ആകരുത് ലീഡേഴ്സ്. സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ, സഭയിലെ ഭൗതിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഡേ കെയർ സെന്റേഴ്സ് പോലെ ആകാതെ വളരെ വളരെ ഇന്റിമേറ്റ് ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് വേണം അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ ഏറ്റവും ഇടപെടേണ്ടത്. നോക്കൂ, ഇവിടെ രണ്ട് പേരന്റൽ പിക്ചേഴ്സ് ആണുള്ളത്. മദർലി കൺസേൺ, ഫാദർലി കൺസേൺ. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അപ്പോസ്തലനായ പൗലോസ്. നമ്മുടെ കർത്താവാണ് ഏറ്റവും വെരി ബെസ്റ്റ് എക്സാമ്പിൾ. എന്താണ് നമ്മുടെ കർത്താവ്? ആശ്വാസം, ദുഃഖിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു, ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. എന്നാൽ പിതാവിന് പറയാനുള്ള കാര്യങ്ങൾ അവരോട് കട്ടിയായി പറയുന്നതിന് യാതൊരു ദാക്ഷിണ്യവും കാണിച്ചില്ല. പിതാവിന്റെ ആലോചന അതുപോലെ തന്നെ അറിയിക്കുകയും ജനത്തിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുകയും ദരിദ്രന്മാരോട് സഹതാപം ഉണ്ടാകുകയും ആ നിലയിൽ ഈ ശുശ്രൂഷ ആദ്യം നിവർത്തിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ ശുശ്രൂഷ നേരിട്ട് ഏൽപ്പിച്ച അപ്പോസ്തലനാണ് നമ്മളോട് പറഞ്ഞു നൽകിയേക്കുന്നത്. അതിലേറ്റവും ന്യൂ ടെസ്റ്റമെന്റിലെ ഒരു ബെസ്റ്റ് അപ്പോസ്റ്റോലിക് എക്സാമ്പിൾ ആണ് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം. അങ്ങനെ ആ രണ്ട് കാര്യങ്ങൾ ദൈവസഭയിൽ ചെയ്തുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ എത്ര ശ്രദ്ധേയമാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആ സഭയിലെ ആളുകൾ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, അവര് കർത്താവിലായിരുന്നു, അവര് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, അവര് മോഡലായിരുന്നു, അവർ എക്സാമ്പിൾ ആയിരുന്നു, അവർ ഗോസ്പല് പറയുന്നവരായിരുന്നു, അവര് രൂപാന്തരപ്പെട്ടവരായിരുന്നു, അവരുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, അവര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ അധ്യായം എ ക്യാരക്ടർ ഓഫ് എ ഗുഡ് ചർച്ച്, 2-ാമത്തെ അധ്യായം ക്യാരക്ടർ ഓഫ് എ ഗുഡ് ലീഡർഷിപ്പ്. ഒന്ന് ക്യാരക്ടർ ഓഫ് ദ ഗുഡ് ചർച്ച്, സെക്കൻഡ് ക്യാരക്ടർ ഓഫ് ദ ഗുഡ് ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പ്, ഈ ബൈബിൾ പറയുന്ന ലീഡർഷിപ്പ് എന്നുള്ളതുണ്ടല്ലോ, ഈ അധികാരം നടത്തി എല്ലാവരെയും കീഴിലാക്കുന്നതല്ല. അതൊരു എക്സംപ്ലറി ലീഡർഷിപ്പാണ്, മാതൃകാപരമായ ഒരു നേതൃത്വമാണ്. നമുക്കിതിനെ രണ്ടിനെയും കൂടെ ഇങ്ങനെ ചേർത്ത് പറയാം. 2-ാം അധ്യായത്തിലെ ക്വാളിറ്റി, ആ നിലയിലുള്ള ശുശ്രൂഷാ വൃന്ദങ്ങൾ സഭയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ 1-ാം അധ്യായത്തിലെ ക്യാരക്ടർ സഭയ്ക്കകത്തുണ്ടാവുകയുള്ളൂ. ഞാൻ ആ പറഞ്ഞ ആശയം മനസ്സിലാവുന്നോ? 2-ാം അധ്യായത്തിലെ ക്വാളിറ്റിയുള്ള ശുശ്രൂഷയുടെ നിബന്ധനകൾ ആ നിലയിൽ പ്രയോഗിച്ചാൽ ആ വ്യക്തിയുടെ ഇന്റേണൽ ആയിട്ടുള്ള, എക്സ്റ്റേണൽ ആയിട്ടുള്ള തൻ്റെ സത്യസന്ധമായ ശുശ്രൂഷകൾ ദൈവം നൽകിയത് ആ സഭയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിന് ദൈവസഭകൾ അവകാശികളായി തീരുകയുള്ളൂ. നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആദ്യത്തെ 6 വാക്യങ്ങൾ ആ മനുഷ്യന്റെ ഇന്റേണൽ ക്വാളിറ്റിയാണ്. ഇന്റേണൽ ക്വാളിറ്റി 7 മുതൽ 12 വരെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ആദ്യത്തെ ആ 5 കാര്യങ്ങൾ തൻ്റെ ഹൃദയനിലയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, 2-ാമത്തെ ഞാൻ പറഞ്ഞ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും കാണത്തക്ക നിലയിൽ, എല്ലാവർക്കും അറിയത്തക്ക നിലയിൽ, എല്ലാവർക്കും സെൻസ് ചെയ്യത്തക്ക നിലയിലുള്ള ഒരു ക്വാളിറ്റി ആയിരുന്നു. ഇത് ആദ്യത്തെ ഭാഗം അദ്ദേഹത്തിന്റെ ഇന്റേണൽ വ്യൂ ആണെങ്കിൽ, 2-ാമത്തെ ഭാഗം ആ ഭക്തന്റെ എക്സ്റ്റേണൽ വ്യൂ ആണ്. ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു വരുമ്പോൾ
നിങ്ങൾ അറിയുന്നു എന്ന് പറയുന്ന ആ ഭക്തൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ദൈവവും സാക്ഷി. അതിന്റെ അർത്ഥം എന്താ? ഹൃദയത്തിലെ കാര്യങ്ങൾ ആർക്കേ അറിയത്തുള്ളൂ? കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ പുറമേയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും നിലയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ അത് ഞാൻ ദൈവത്തോട് പറഞ്ഞോളാം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളും ദൈവവും സാക്ഷി. മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. നിങ്ങളും ദൈവവും സാക്ഷി. അതിപ്പോ സഭയുടെ പാസ്റ്റർ ആകണമെന്നില്ല. പ്രബോധനം പറയുന്നയാളും പാടുന്നയാളും മറ്റെന്തെങ്കിലും നിലയിൽ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ആളുകളും ഒരുപോലെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൊരു സഭയ്ക്ക് നമ്മൾ മുഖാന്തരം ജന്മം കൊടുക്കാൻ, വളർച്ച കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു 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 ഇൻട്രൊഡക്ടറി പാർട്ട്. നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ ഈ ശുശ്രൂഷകന്മാരെ പറ്റി പറയുമ്പോൾ വളരെയധികം മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെറ്റഫർ ആണല്ലോ ഇടയൻ. ഇടയൻ എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന ശുശ്രൂഷ എത്രമാത്രം കെയർഫുള്ളായിട്ട് ചെയ്യണം എന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇടയ ശുശ്രൂഷ. ഇടയന്റെ വക, ഇടവകകളിന്മേൽ കർത്തൃത്വം നടത്തിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ഇടയന്റെ വകയിലുള്ള ആട്, ആ ആടിന് ആഹാരം കൊടുക്കണം, ആ ആടിന് വെള്ളം കൊടുക്കണം, അതിനെ നടത്തണം, അതിനെ പച്ചയായ പുൽപ്പറങ്ങളിലൂടെ നടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലൂടെ കൊണ്ടുപോകണം. വടിയും വേണം, കോലും വേണം. ഞാൻ പറഞ്ഞ ഇടയൻ എന്ന മെറ്റഫർ ഓൾ ബൈബിളിനകത്ത്, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റമെന്റിനകത്തും ഉണ്ട്, ന്യൂ ടെസ്റ്റമെന്റിനകത്തും ഉണ്ട്. കള്ള ഇടയന്മാരെ പറ്റി ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് പ്രത്യേകം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ വളരെ മനോഹരമായ മറ്റൊരു മെറ്റഫർ എന്നാന്നറിയാമോ? ശുശ്രൂഷകന്മാരെ പറ്റി പറഞ്ഞേക്കുന്നത് ഇവിടെ അപ്പനും അമ്മയും എന്ന മെറ്റഫറാണ്. ഞാൻ അതിലേക്ക് വരികയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മെറ്റഫർ ഉപയോഗിച്ചേക്കുന്നത് ഗ്രഹവിചാരകൻ എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും, ശുശ്രൂഷയിൽ പങ്കാളിത്തമുള്ള എല്ലാ ആളുകളും ഗ്രഹവിചാരകന്മാരാണ്, സ്റ്റിവാർഡ്സ് ആണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആരും ഓണേഴ്സ് അല്ല, നമ്മളല്ല ഇതിന്റെ ഓണർ. നമ്മുടെ കയ്യിൽ നിന്നൊന്നും കൊടുക്കാനായിട്ടില്ല. നമ്മൾ സ്റ്റിവാർഡ് മാത്രമാണ്. അബ്രഹാമിന്റെ വീട്ടിലെ എലിയാസറിനെ പോലെ പറഞ്ഞത് ഒബേ ചെയ്യാൻ, പറഞ്ഞത് മാത്രം പറയാൻ. യെരമ്യാവിനോട് യഹോവ പറയുന്ന കാര്യമുണ്ട്, ഞാൻ പറയുന്ന കാര്യം നീ പറയണം, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അതിനകത്ത് രണ്ട് കാര്യം എന്താണെന്നറിയാമോ? ഒന്ന്, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. രണ്ട്, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതാണ് വാസ്തവത്തിൽ ഗ്രഹവിചാരകത്വം. ഗ്രഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്ത ശുശ്രൂഷകനായിരിക്കണം. കണ്ട മെറ്റഫർ ഉപയോഗിച്ചേക്കുന്നത് മറ്റു വളരെ മനോഹരമായൊരു മെറ്റഫർ ശുശ്രൂഷയായിട്ട് ഉപയോഗിച്ചേക്കുന്നത് 1 തീമോഥെയോസ് 2:7 തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും എന്ന അപ്പോസ്തലൻ പറയുകയാണ്. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും. ഒരു ഹെറാൾഡിന്റെ ജോലി. ഒരു ഹെറാൾഡ് എന്നൊക്കെ പറഞ്ഞാല് പഴയ കാലത്ത് രാജാക്കന്മാരുടെയൊക്കെ അനൗൺസ്മെന്റ് നാലും കൂടിയ കോർണറിൽ ചെന്ന് വിളിച്ചു പറയാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് ഹെറാൾഡ്. ആ സെയിം വാക്കാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. തക്ക സമയത്ത് അറിയിക്കേണ്ട സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും. ഇതാണ് രാജാവിന്റെ വിളംബരം, ഇതാണ് നിങ്ങളെല്ലാവരും കേൾക്കേണ്ടത്. ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരത്തിൽ ചെന്ന് തിരികെ കൈമാറേണ്ടതാണ്. എന്റെ കയ്യിൽ നിന്നൊന്നും തരാനായിട്ടില്ല. ഇത് രാജവിളംബരമാണ്. ഈ സെയിം പദം ഇപ്പോഴെടുത്ത് ഉപയോഗിച്ചേക്കുകയാണ്. ഹെറാൾഡ്, തക്ക സമയത്ത് അറിയിക്കേണ്ട സാക്ഷ്യത്തിന് ഞാൻ പ്രസംഗിയും. അതാണ് അടുത്ത വളരെ മനോഹരമായ ഒരു മെറ്റഫറായിട്ട് നമ്മൾ കാണുന്നത്. വേറൊരു വളരെ മനോഹരമായ ഒരു മെറ്റഫർ ഉപയോഗിച്ചേക്കുന്നത്
തിമോത്തിയോസിനോട് അപ്പോസ്തലൻ മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, എന്നിൽ നിന്ന് കേട്ട ഈ ഉപദേശത്തെ ഉപദേശിക്കാൻ സമർത്ഥരായ മറ്റുള്ളവരുടെ മേൽ ഫലമേൽപ്പിക്കുക. അവിടുത്തെ മെറ്റഫർ എന്താണ്? ഉപദേശിക്കാൻ സമർത്ഥരായ ടീച്ചേഴ്സിനെ, പ്രസംഗകരെ, അധ്യാപകരെ പരമേൽപ്പിക്കുക. നോക്കൂ, ഇടയനായിട്ടും വിശ്വസ്ത ഗ്രഹവിചാരകനായിട്ടും പ്രസംഗിയായിട്ടും അതുപോലെ തന്നെ ഉപദേശകനായിട്ടും ഒക്കെ നിരവധി നിലയിൽ ഈ മെറ്റഫർ അല്ലെങ്കിൽ ഈ നിലയിലുള്ള മെറ്റഫർ ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ എത്ര എത്ര മനോഹരമായിട്ടാണ് വേറൊരു മെറ്റഫർ ഉപയോഗിച്ചേക്കുന്നത്. ദാസൻ എന്നൊരു മെറ്റഫർ ഏറ്റവും അധികം ഉപയോഗിച്ചേക്കുന്നതാണ്. ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ. ആ ബോണ്ട് സ്ലേവ് എന്നുള്ളത് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുണ്ട്, കെട്ടപ്പെട്ട അടിമ അല്ലെങ്കിൽ ബോണ്ട് സ്ലേവ്. ആ ഒരു പദം മോഡേൺ ട്രാൻസ്ലേറ്റേഴ്സ്, അല്പം കൂടെയും ഗ്രീക്ക് പഠിച്ച ആളുകൾ അത് മാറ്റിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ബോണ്ട് സ്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലത്തിലേക്ക് എഗ്രിമെന്റ് ചെയ്ത സ്ലേവ് എന്നാണ്. അങ്ങനല്ല, നമ്മുടെ എഗ്രിമെന്റ് എന്നുള്ളത് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. മനസ്സിലാവുന്നോ? അതുകൊണ്ട് മോഡേൺ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ, മോഡേൺ ട്രാൻസ്ലേറ്റർ വളരെ ആധികാരികമായി ഗ്രീക്ക് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് അവർ പറയുന്നത് ബോണ്ട് സ്ലേവ് അല്ല, ഗാലി തേർഡ് ലെവൽ സ്ലേവ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് പഴയ കാലത്ത് കപ്പലിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ഇരുന്നു കൊണ്ട് അതിന്റെ പുറം ലോകം കാണാതെ, വെളിച്ചം കാണാതെ ആ ഒരു ജോലി ചെയ്യുന്ന അടിമകൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ആ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്ലേവ് എന്നാണ്. മീനിങ് ടോട്ടൽ സറണ്ടർ, ഒരു ചോദ്യവുമില്ലാത്ത സമർപ്പിക്കപ്പെട്ട ജീവിതം. നോക്കൂ, എത്ര ശക്തമായ മെറ്റഫേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഭയിലെ ശുശ്രൂഷകന്മാർ, സഭയിലെ അത് ഉപദേശിയാണെങ്കിലും എൽഡർ ആണെങ്കിലും ഡീക്കൻ ആണെങ്കിലും ഏത് ശുശ്രൂഷ ചെയ്യുന്ന ആളാണെങ്കിലും ഈ ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സെർവിങ് അതേഴ്സ്. നോക്കൂ, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, മോർ കമ്പല്ലിങ് ആയിട്ടുള്ള ഒരു മെറ്റഫറാണ് ഈ ഒരു കാര്യത്തിൽ, ഈ അധ്യായത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. ഒരമ്മയെ പോലെ, ഒരപ്പനെ പോലെ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നു. ലോകത്തിലെ ഒരു റിലീജിയനും ഈ നിലയിലുള്ള ശുശ്രൂഷകളോ ആ നിലയിലുള്ള ശുശ്രൂഷ അവകാശപ്പെടാനോ പറ്റുകയില്ല. ദൈവസഭയിലെ ശുശ്രൂഷയെ പറ്റി പറഞ്ഞേക്കുന്നത് അമ്മയുടെ ജെന്റിൽ കെയർ പോലെ, അപ്പന്റെ ആ കുടുംബത്തിലെ അതോറിറ്റി പോലെയാണ് ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് അധ്വാനിക്കേണ്ടത്. ഇത്രയും മനോഹരമായ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആ മെറ്റഫർ എത്ര മനോഹരം. ഞാന് വളരെ ദൈവസനെ ചിന്തിക്കുകയും ഞാൻ തന്നെ എൻ്റെ കുറവുകളെ ഏറ്റുപറയുകയൊക്കെ ചെയ്ത ഒരു അധ്യായങ്ങളാണ് ഇന്ന്, വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഇവിടെ ഇങ്ങനത്തെ പദങ്ങളൊക്കെ പറയുമ്പോൾ, അമ്മയെ പോലെ അപ്പനെ പോലെ എന്ന് പറയുമ്പോൾ, ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മറന്നു പോകരുത്. താൻ അപ്പോസ്തോലനെയും കൂടെയുള്ള ആളുകളെയും, നുഴഞ്ഞു കയറി വന്ന ആളുകളോ പുറത്തു നിന്നുള്ള ആളുകളോ ഈ സഭയിൽ പറഞ്ഞു പരത്തിയേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? അവൻ ദ്രവ്യാഗ്രഹിയാണ്, ദുർലാഭമോഹിയാണ്, അതുപോലെ തന്നെ ഫ്ലഷ്ലി ആണ്, ലെസ്ഫുൾ ആണ്, മറ്റ് റിലീജിയസ് വർക്കേഴ്സിനെ പോലെ യാതൊരു വ്യത്യാസവും നിങ്ങളുടെ ഇടയിൽ വന്ന ട്രാവലിംഗ് മിഷണറീസിന് ഇല്ല എന്ന നിലയിൽ പല കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളുടെ പ്രബോധനം വ്യാജമല്ല, അബദ്ധമല്ല, ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യമില്ല, ഞങ്ങളുടെ ജീവിതം ശുദ്ധമാണ്. അതുപോലെ തന്നെ ഈ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിനകത്ത്, 10-ാം വാക്യത്തിനകത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നിങ്ങളുടെ ഇടയിൽ നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. എത്ര പവിത്രമായി, നീതിയായി, അനിന്യമായി. ഈ പദങ്ങളൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഹീ ഈസ് ഡിഫെൻഡിങ് ഹിംസെൽഫ്. അതിന് നിങ്ങളറിയുന്നല്ലോ, നിങ്ങൾ സാക്ഷി എന്നാവർത്തിച്ച് 5-6 പ്രാവശ്യം ഈ വാക്യത്തിനകത്ത് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്. നോക്കൂ, ഇവിടെ 8-ാം വാക്യം, 9-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ.
ഫോർ യു റീകോൾ ബ്രദറൻ. ആ റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? അവരും ഇവരും മറ്റു പലതും ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർക്കരുതായിരുന്നോ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ആ പഴയ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് അവരോട് ഡിഫെൻഡ് ചെയ്യാമായിരുന്നല്ലോ എന്നതിന് പകരമാണ് ഫോർ യു റീകോൾ ബ്രദറൻ എന്ന ടേം പരിശുദ്ധാത്മാവിനാൽ അവിടെ എഴുതി വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മാതാവ്, അമ്മ എന്ന ഈ പ്രയോഗം ഇതിന് മുമ്പ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. രണ്ട്, അപ്പൻ എന്ന പ്രയോഗം, പിതാവ് എന്ന പ്രയോഗവും മറ്റൊരു സഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഗലാത്യ ലേഖനത്തിലാണ്, രണ്ടാമത്തേത് കൊരിന്ത്യ ലേഖനത്തിലാണ്. ഞാൻ വാക്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ അത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, ഈ മെറ്റഫർ ആദ്യമായിട്ടല്ല അപ്പോസ്തലൻ ഉപയോഗിച്ചേക്കുന്നത്. ഇതിനേക്കാൾ വളരെ വളരെ തീവ്രമായ ഒരു സ്ഥലത്ത് ചില വളരെ ഹാർഡായ, വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഈ മെറ്റഫേഴ്സ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടാണെന്ന് ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഗലേഷ്യൻസ് 4:19, ഗലാത്യ ലേഖനം 4:19 പരിശുദ്ധാത്മാവിനാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ് വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഗലാത്യ ലേഖനം 4:19 വാക്യത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഇത് നേരത്തെയും എനിക്ക് ആ നിലയിലുള്ള ലേബർ പെയിൻ ഉണ്ടായിരുന്നു. ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന അതേ വേദനയാണ് ദൈവസഭയിലെ അംഗങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നതിൻ്റെ പിന്നിൽ ഒരു ഭക്തൻ ഉണ്ടാകുന്നത്. നോക്കൂ, അങ്ങനെ രണ്ട് നിലയിൽ നമ്മൾ ചിന്തിച്ചോളൂ. ഒന്ന്, എൻ്റെ ആത്മീയ വളർച്ചയെ പറ്റിയും എൻ്റെ വേദന ഇതുപോലെ ആയിരിക്കണം. എൻ്റെ കൂട്ടു സഹോദരന്റെ ആത്മീയ വളർച്ചയെ പറ്റിയുള്ള വേദന ഇതുപോലെ ആയിരിക്കണം. ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വളരെ തീവ്രമായ വേദന അനുഭവിക്കുന്നത് പോലെ ഒരമ്മയുടെ മെറ്റഫർ വളരെ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പിതാവിന്റെ മെറ്റഫർ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 4:15 ഇങ്ങനെ വായിക്കുന്ന: നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവിൽ ഞാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചത്. ഈ മാമോദീസായാൽ ജനിപ്പിച്ചത് നല്ല വാക്യം, സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്നതാണ് വാക്യം. അത് വളരെ ശ്രദ്ധിക്കേണ്ട പദമാണ്. നമ്മൾ ഒരാളെ പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്ക് സ്നാനം നൽകിയത് കൊണ്ടല്ല, ആ അർത്ഥത്തിലല്ല. സുവിശേഷത്താൽ ഒരുവൻ മുഖാന്തരമായി തീർന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തിയാണ് എൻ്റെ ആത്മീയ പിതാവ്. ഗോസ്പൽ എന്നോട് പറഞ്ഞ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ ആ രണ്ടാമത്തെ മെറ്റഫർ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഈ മദർലി കെയറും ഫാദർലി കെയറും, ഈ രണ്ട് മെറ്റഫറും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് തെസ്സലോനിക്ക ലേഖനം എഴുതുന്നതിന് ഏറ്റവും ആദ്യം എഴുതിയ ലേഖനമാണ് ഗലേഷ്യൻസിന് എഴുതിയ ഗലാത്യ ലേഖനം. ആ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പോലും ആ ഭക്തന്റെ മദർലി കൺസേൺ, അവിടുത്തെ ഉപയോഗിച്ചേക്കുന്ന ചില പദങ്ങൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പദങ്ങളാണ്. ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്ന കാര്യം പറഞ്ഞാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം മദർ ഇല്ലുസ്ട്രേറ്റ് ജെന്റിൽ കെയർ ആൻഡ് എ ഫാദർ ഇല്ലുസ്ട്രേറ്റ് സ്ട്രോങ് അതോറിറ്റി, ആൻഡ് ദാറ്റ് ഈസ് ദ ബാലൻസ് ഓഫ് സ്പിരിച്വൽ മിനിസ്ട്രി. മനസ്സിലാവുന്നോ? ജെന്റിൽ കെയർ
ആൻഡ് സ്ട്രോങ് അതോറിറ്റി. ഈ രണ്ട് കാര്യത്തിന്റെയും ബാലൻസ് ആണ് ഒന്നാം അധ്യായത്തിലെ ക്യാരക്ടറുള്ള സഭയുടെ ജന്മത്തിന് കാരണം. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ആ വാക്യത്തിന്റെ വിശദീകരണം അത് ഞാൻ അങ്ങനെ വലിയ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. വളരെ എളുപ്പമാണ്. ഒരമ്മ എങ്ങനാണോ ഒരു കൊച്ചിനെ വളർത്തി ആഹാരം കൊടുത്ത് വലുതാക്കി അധ്വാനിച്ചു കൊണ്ടുവരുന്നു, അതുപോലെയാണ് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പെരുമാറിയത് എന്ന് നിങ്ങളും സാക്ഷി, ദൈവവും സാക്ഷി. മറ്റ് റിലീജിയസ് ലീഡേഴ്സ് അന്യായം പറഞ്ഞപ്പോൾ, അവിഖ്യാതി പറഞ്ഞപ്പോൾ, അവരസൂയപ്പെട്ട് നിങ്ങളെ പഴയതിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഇത് ഓർക്കേണ്ടതായിരുന്നു എന്നാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം. നോക്കൂ, നമുക്കതിനെ ഒന്ന് വിശദമാക്കി നോക്കാം. 7-ാം വാക്യം, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇവിടെ ഇംഗ്ലീഷിൽ അല്പം കൂടി ഒരു ഈ വ്യാഖ്യാനിക്കാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പമായിട്ടാണ് എഴുതിയേക്കുന്നത്. ബട്ട് വി പ്രൂവ്ഡ് ടു ബി ജെന്റിൽ എമംഗ് യു. ബട്ട് എന്ന പദം മുകളിലത്തെ ആ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. എന്താ ബട്ട്? അവിടെ ആ ബട്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് അങ്ങനെ സ്ട്രെസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. അവര് വേറൊരു രീതിയിലാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് വെരി ക്ലിയർ ആണ്. ബട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള റിലീജിയസ് ലീഡേഴ്സിനെ പോലെ അല്ല ഞങ്ങൾ. അതാണ് ബട്ട് വി പ്രൂവ്ഡ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര ജെന്റിലായിരുന്നു എന്ന് തെളിയിച്ചു. ബട്ട് വി പ്രൂവ്ഡ് എന്നാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബട്ട് വി പ്രൂവ്ഡ്. 7-ാം വാക്യം, ബട്ട് വി പ്രൂവ്ഡ് ടു ബി ജെന്റിൽ എമംഗ് യു. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഇടയിൽ എത്ര ജെന്റിലായിരുന്നു, എത്ര ശാന്തരായിരുന്നു, എത്ര ആർദ്രതയുള്ളവരായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എത്ര ശാന്തരായിരുന്നു, എത്ര ആർദ്രതയുള്ളവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. വി ഡിഡിൻ കം ടു take from you. We didn't come to exploit you. We didn't come to manipulate you. We moved among you with kindness. മറ്റുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര ആർദ്രതയുള്ളവരായിരുന്നു, എത്ര കൈൻഡായിരുന്നു, എത്ര ശാന്തരായിരുന്നു എന്നതിന് ദൈവം സാക്ഷി, നിങ്ങളും സാക്ഷി. മനസ്സിലാവുന്ന വാക്യത്തിന്റെ അർത്ഥം? പോള് അപവാദിക്ക് യാതൊരു അന്യായവും പറയാൻ ഇടയില്ലാതെയാകും വണ്ണം വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു തന്റെ ജീവിതം. അതാണ് അതിന്റെ അർത്ഥം. നോക്കൂ, ഇവിടെ നമുക്ക് ഈ ആർദ്രത എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഞാൻ ഒരു പ്രസംഗകൻ, നമ്മുടെ മലയാളി പ്രസംഗകൻ പറഞ്ഞു കേട്ടൊരു പദമാണ്. അതെനിക്ക് കുറച്ചുകൂടെയും മനോഹരമായിട്ട് തോന്നി നമുക്ക് മനസ്സിലാക്കാൻ. ഈ സയാമീസ് ഇരട്ടകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവര് 2 തല 1 ശരീരം, ആ നിലയിൽ ഒരു പ്രയോഗമാണ് ആർദ്രത, ജെന്റിൽ. മനസ്സിലാവുന്നോ? അതുപോലെയുള്ളൊരു ഇന്റിമേറ്റ്, എത്ര ആർദ്രതയുള്ളവരായിരുന്നു ആ ഒരു പദം. ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന ആളുകൾ ദൈവസഭയുമായിട്ടുള്ള ബന്ധമാണ്, ആ ആർദ്രതയാണ്, ആ അഫെക്ഷനാണ്, ദൈവമക്കളുമായിട്ടുള്ള ബന്ധമാണ് ആർദ്രത. ക്ലിയർ ആയോ? ആർദ്രത, ജെന്റിൽ. നിങ്ങളുടേത് എന്തെങ്കിലും കവർന്നെടുക്കാനോ, നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ, നിങ്ങളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യാനോ, നോ. ഞങ്ങൾ എത്ര ആർദ്രതയുള്ളവരായിരുന്നു. ബട്ട് വി പ്രൂവ്ഡ് ടു ബി ജെന്റിൽ എമംഗ് യു. ആ ജെന്റിൽ എന്ന പദം അപ്പോസ്തലൻ ഉപയോഗിച്ചേക്കുന്നത് ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മറ്റ് ലീഡേഴ്സിനെ പോലെ ആയിരുന്നില്ല, ഞങ്ങൾക്ക് ഒറ്റ പർപ്പസ്
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നിങ്ങളെ എന്തോ രണ്ടാമത്തെ ഒടുവിലേക്കൊക്കെ വരുമ്പോൾ അതിന് ഉത്തരവുണ്ട്. നിങ്ങളെ അവിടെ എത്തിക്കുക, നിങ്ങളെ തേജസ്സിലെത്തിക്കുക, തേജസ്സിനായിട്ടുള്ള സുവിശേഷത്തിലേക്ക് നിങ്ങളെ വിളിക്കുക. ഇതല്ലാതെ ഞങ്ങൾക്ക് ഒരു പർപ്പസും ഉണ്ടായിരുന്നില്ല. ഈ ജെന്റിൽ എന്ന പദം 2 തിമോത്തി 2:24 ഉപയോഗിച്ചിട്ടുണ്ട്. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 24 ജെന്റിൽ എന്ന പദം നമ്മളവിടെ കാണുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും, ശാന്തനും വഴക്കുണ്ടാക്കാത്തവനും, സൈലന്റ് ആയിട്ടിരിക്കുന്നവനും, സഹിക്കുന്നവനും, ആ ജെന്റിൽ എത്ര ആർദ്രതയുള്ളവരായിരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എങ്ങനെ അവിടെ വെച്ചേക്കുന്ന പദം കണ്ടോ? ഒരമ്മ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ, ആ ടെൻഡർലി കെയർ, ആ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ എന്ന് പറഞ്ഞാൽ നോ അതോറിറ്റി, നോ ഡോമിനൻസ്, നോ സെൽഫിഷ് ഡിസയർ, എല്ലാം കുഞ്ഞിന് വേണ്ടി നൽകുന്നത് പോലെ ആർദ്രതയുള്ളവരായിരിക്കുക. എന്നാൽ മറ്റ് റിലീജിയസ് ലീഡേഴ്സ് എങ്ങനെ? അവര് ഡേ കെയറിലെ ആളുകളെ പോലെയാണ്. അവർക്ക് സാലറിയാണ് പ്രാധാന്യം, അവർക്ക് കെയർ അല്ല പ്രാധാന്യം, അവർക്ക് ഡ്യൂട്ടിയാണ് പ്രാധാന്യത, അവർക്ക് റിക്വയർമെന്റ് തീർക്കുക എന്നതാണ് അവരുടെ കൺസേൺ. പക്ഷെ ഇവിടുത്തെ പ്രയോഗം കണ്ടോ? ഒരമ്മ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ, ആ ടെൻഡർലി കെയർ. അമ്മ, ആ പദത്തിന്റെ അർത്ഥം അവിടെ മനോഹരമായിട്ട് കാര്യമുണ്ട്. അപ്പോസ്റ്റോലിക് അതോറിറ്റിയോടെ ഇരിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾക്കുണ്ട്. ബട്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരമ്മ കുഞ്ഞുങ്ങളെ ടെൻഡർലി കെയർ എന്ന വാക്കിന്റെ ലിറ്ററലി മീനിങ് ഓഫ് ടെൻഡർലി കെയർ ഈസ് ടു വാം വിത്ത് ബോഡി ഹീറ്റ്. ചില ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ചെറീഷ്, ടു വാം വിത്ത് ബോഡി ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ശരീരത്തിലെ ആ ചൂട് കൊണ്ട് തണുത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് ആ സന്തോഷവും ആനന്ദവും ചൂടും വാമും നൽകുന്നത് പോലെ. എത്ര ഇതിനേക്കാൾ ഒരു പദം ഉപയോഗിക്കാനായിട്ട് ഈ ആകാശത്തിന്റെ കീഴിലില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്, ഞങ്ങളെ അവർ കളിയാക്കുന്നുണ്ട്, ഞങ്ങൾക്കെതിരെ ആയുധം അവർ തൊടുത്തു വിടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഒരമ്മ തൻ്റെ ശരീരത്തിന്റെ ചൂട് കൊടുത്ത് ഒരു കുഞ്ഞിനെ വാമാക്കുന്നത് പോലെ, ഒരു സയാമീസ് ഇരട്ടകൾ ഒട്ടിയിരിക്കുന്നത് പോലെ ശാന്തതയോടെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിച്ചതാണ്. We proved to be gentle among you. ക്ലിയർ ആയോ? ഞാനൊക്കെ ഒത്തിരി പുറകിലാണ്. തിരുവെടുത്ത് ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ ശുശ്രൂഷകരും, ചെറിയ കാര്യം മുതൽ വലിയ കാര്യം ചെയ്യുന്നവരും വരെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സഭയിൽ എങ്ങനെയാണ് വഴക്ക് പിടിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാറ്റാമെന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാരണവശാലും അതിനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അതിനെ ഇല്ലാതാക്കണം. ഒരമ്മ ഒരിക്കലും മകനോട് പ്രശ്നം ഉണ്ടാക്കത്തില്ലാത്തതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ ആർദ്രതയോടെ ഓമനിച്ചുകൊണ്ട്, എത്ര മനോഹരമാണ് ആ മലയാളം ട്രാൻസ്ലേഷൻ, ഓമനിച്ചുകൊണ്ട്. എന്നാൽ സങ്കടകരമായൊരു കാര്യമുണ്ട്. ഈ സ്നേഹത്തെ പറ്റിയൊക്കെ പോള് 2 തിമോത്തി 3 പറയുന്നുണ്ട്. ഈ സ്നേഹമൊക്കെ നശിച്ചു പോകുന്നൊരു കാലം വരുന്നുണ്ട്. ഇത് സഭയിലും നുഴഞ്ഞു കയറി എന്നത് വളരെ വളരെ സങ്കടകരമായ കാര്യമാണ്. ആ 7-ാം വാക്യത്തിന്റെ കണ്ടിന്യൂവേഷനാണ്, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട്. ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളെ, ഞാൻ പറഞ്ഞതിനകത്ത് ഒരു പദം മാറിപ്പോയി. കുഞ്ഞുങ്ങളെ പോറ്റും പോലെ എന്നുള്ളതാണ് കേട്ടോ. ആദ്യത്തെ പദം കുഞ്ഞുങ്ങളെ പോറ്റും പോലെ, ആ ടെൻഡർലി കെയർ, അതിനാണ് വാം കൊടുക്കുക, ബോഡി ഹീറ്റ് കൊടുക്കുക, കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. രണ്ടാമതാണ് ഓമനിച്ചുകൊണ്ട്. ആ ഓമനിച്ചു എന്ന വാക്കിന്റെ അർത്ഥം, ഇറ്റ് ഇൻഡിക്കേറ്റഡ് ഡീപ്പ് അഫെക്ഷൻ that wins up as a passionate longing. It is even painful. വേദനയാണെങ്കിലും
വളരെ ഡീപ്പ് അഫെക്ഷൻ. ഡീപ്പ് അഫെക്ഷൻ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അമ്മമാരുടെ അധ്വാനത്തിന് റിവാർഡില്ല, അല്ലെ? റിവാർഡില്ല. ഈ ഒരു പ്രോവർബ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു പ്രോവർബ് ഇങ്ങനാണ്: നന്ദിയില്ലാത്ത മകൻ സർപ്പത്തിന്റെ പല്ലിനേക്കാൾ വിഷമാണെന്നാണ് ഒരു പ്രോവർബിനകത്ത്. എ താങ്ക്ലെസ് ചൈൽഡ് ഹൂ ഈസ് ഷാർപ്പർ ദാൻ എ സർപ്പൻ ടൂത്ത്. ദൈവസഭയെ വളരെ സ്നേഹിക്കുകയും അധ്വാനിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ പ്രോവർബ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിച്ചോളൂ. ആ ആ ആ അമ്മയുടെ ഞങ്ങൾ ഓമനിച്ചുകൊണ്ട് ആ ഡീപ്പ് അഫെക്ഷൻ. നമുക്കറിയാം, രാത്രിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തി അമ്മമാരെ ഫീഡ് ചെയ്യുന്ന പോലെ ആ ഒരർത്ഥത്തിൽ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് ലോങ് അഫെക്ഷൻ, അവരെ ഉണർത്തി ആഹാരം കൊടുക്കുന്ന പോലെ, അവര് കഴിച്ചില്ലേലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന പോലെ ആ ഓമനിച്ചുകൊണ്ട് ആർദ്രതയുള്ളവരായി നിങ്ങളെ പോറ്റി എത്ര ഇതാണ് വാസ്തവത്തിൽ ശുശ്രൂഷയിലൂടെ ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട് ചെയ്യേണ്ടത് എന്ന ആ ഫോണ്ട് അഫെക്ഷനാണ് നമ്മളവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ആ വാക്യം, 7-ാം വാക്യം ക്ലിയർ ആയാലും 8-ാം വാക്യം: ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരാൻ ഞങ്ങൾക്ക് മനസ്സായിരുന്നു, ഞങ്ങൾക്ക് ഒരുക്കമായിരുന്നു. എന്തൊരു സെന്റൻസ് ആണ് അവിടെ! ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല എന്നവിടെ പറയുമ്പം നെഗറ്റീവായിട്ട് എടുക്കരുത്. ഫസ്റ്റ് ദേ പ്രീച്ച്ഡ് ഗോസ്പൽ. ആദ്യം ഗോസ്പൽ പറഞ്ഞു. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്: ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ദർ ഈസ് ടു മീനിങ്. വൺ, ദ ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ദ ഗോസ്പൽ and it is coming from above. The gospel itself is God and he is the source of gospel. രണ്ട് കാര്യം അതേ വാക്ക് 2-ാം വാക്യത്തിൽ ആവർത്തിക്കുന്നുണ്ട്: ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഹി ഈസ് ദ സോഴ്സ് ആൻഡ് ഹി ഹിംസെൽഫ് ഈസ് ഗോസ്പൽ. കർത്താവ് തന്നെയാണ് സുവിശേഷം. അവിടുന്നാണ് ആ സുവിശേഷത്തിന്റെ റിസോഴ്സ്. നോക്കൂ, ഇവിടെ ആദ്യം ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് ഹാവിങ് സോ ഫോണ്ട് ആൻഡ് അഫെക്ഷൻ ഫോർ യു. ഞങ്ങളുടെ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല. ഗോസ്പൽ ആദ്യം പറഞ്ഞു. അവിടെ സുവിശേഷം എന്നുള്ളത് ഗോസ്പൽ എന്ന് മാത്രം, അതായത് രക്ഷയിലേക്ക് നയിക്കുന്ന ആ പ്രിലിമിനറി ഗോസ്പൽ, ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ്, അത് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ് ദ മെസ്സേജ് ഓഫ് സാന്റിഫിക്കേഷൻ ടു. മനസ്സിലാവുന്നോ? അതായത് നിങ്ങൾ സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലരെയും സ്നാനപ്പെടുത്തിയും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ചും എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. ആ ഗോസ്പൽ, ട്രൂ ഗോസ്പൽ ആണ് ചർച്ചിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഇത് എൻ്റയർ ഡോക്ട്രിൻ, ദാറ്റ് പാക്കേജ് ഫുൾ. അതാണ് അതിൻ്റെ അർത്ഥം. ആ പാക്കേജ്, ഡോക്ട്രിനും ഗോസ്പലും ആ എൻ്റയർ സാന്റിഫിക്കേഷന് വേണ്ട സകല കാര്യങ്ങളും എന്നാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ ആ പദത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം: ഞങ്ങൾ ഗോസ്പൽ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഡോക്ട്രിൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ. വളരെ മനോഹരമായൊരു വാക്കാണ്, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ. ഇതേ കാര്യം ഈ അധ്യായത്തിന്റെ 20 അവസാനത്തെ വാക്യം നിങ്ങൾ നോക്കിയ 2-ന്റെ അവസാന വാക്യം, 1 തിമോത്തി 2:20: നിങ്ങളും അല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അതിന്റെ 19 വാക്യം: ഞങ്ങളുടെ ആശയോ ഞങ്ങളുടെ സന്തോഷമോ ഞങ്ങളുടെ പ്രശംസാകിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങളല്ലയോ. അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്: നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ. സോ ഡിയർ ടു അസ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ. മറ്റ് റിലീജിയസ് ലീഡേഴ്സിന് കമ്മിറ്റ്മെന്റ് ഇല്ല,
ഡേ കെയർ ടീച്ചേഴ്സിന് ആരോടും പ്രീതിയില്ല, ഡേ കെയർ മദേഴ്സിന് ആരോടും ഇന്റിമസി ഇല്ല. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? നിങ്ങളെ ഒരമ്മയുടെ വാം ഹീറ്റ് നൽകി നിങ്ങളെ നടത്തി, ഒരമ്മയുടെ ഡീപ്പ് അഫെക്ഷൻ പോലെ നിങ്ങളെ നടത്തി. വളരെ ജെന്റിലായിരുന്നു, ശാന്തരായിരുന്നു, ആർദ്രതയുള്ളവരായിരുന്നു. രാത്രിയിൽ ഉറങ്ങാതെ നിങ്ങളെ പരിപാലിച്ചു. എന്നിട്ട് പറയുകയാണ്, കാരണം എന്നാ? ഞങ്ങൾ മറ്റ് റിലീജിയസ് ലീഡേഴ്സിനെ പോലെയല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ സൂക്കെ, ഞങ്ങളുടെ സോള്, ഞങ്ങളുടെ ഈ എർത്തിലി എക്സിസ്റ്റൻസ് പോലും നിങ്ങൾക്ക് വേണ്ടി വെച്ചു തരാൻ മനസ്സായിരുന്നു. ഇതാണ് ദൈവസഭയോടുള്ള ഡീപ്പ് അഫെക്ഷൻ. പ്രൈസ് ലോർഡ്. എന്നാൽ അവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരമ്മയുടെ കാര്യം എന്ന് പറയുമ്പം ഷീ ഈസ് സാക്രിഫിഷ്യൽ, ഷീ ഈസ് അട്ടർലി അൺസെൽഫിഷ്, ഷീ ഈസ് ജനറസ്, ഷീ ഈസ് പ്രൊഫ്യൂസ് വിത്ത് ദാറ്റ് ലൈഫ്. ഈ പദങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചേർക്കാം. സ്വാർത്ഥതയില്ലാത്ത ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യുന്ന, രാത്രിയിൽ ഉറക്കം വേണ്ടെന്ന് വെക്കുന്ന ആ മദർലി കെയർ, ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ആർദ്രത, കുഞ്ഞുങ്ങളെ പോറ്റും പോലെ, കുഞ്ഞുങ്ങളെ ഓമനിക്കും പോലെ, ഗോസ്പലും സാന്റിഫിക്കേഷന്റെ ദൂതെല്ലാം നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാണ്, നിങ്ങൾ ഞങ്ങളുടെ മഹത്വമാണ്, സന്തോഷമാണ്, പ്രശംസയാണ്. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ ജീവനൂടെയും വെച്ചു തരാൻ ഞങ്ങൾ താല്പര്യമുള്ളവരായിരുന്നു. മദർലി കെയർ, മദർലി കെയർ. അത് തീർക്കാനായിട്ട് പറ്റുന്നില്ല. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് മേ ബി അടുത്ത ആഴ്ച അല്പ കാര്യങ്ങളൊന്ന് പറഞ്ഞ് രണ്ടാം ഭാഗത്തേക്ക് പോകാം. ഇവിടെ അവർക്ക് ഫുഡ് മാത്രമല്ല കൊടുത്തത്, ജീവനൂടെ കൊടുക്കാൻ തയ്യാറായിരുന്നു. അതാണ് അതിനകത്ത് 8-ാം വാക്യത്തിനകത്തെ അർത്ഥം. അവർക്ക് സുവിശേഷം കൊടുത്തു, പക്ഷെ ജീവനും കൊടുക്കാൻ താല്പര്യമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റ് റിലീജിയസ് ആയിട്ട് ഉള്ള ആളുകൾ, വാണ്ടറിങ് റിലീജിയസ് ലീഡേഴ്സ്, ട്രാവലിംഗ് റിലീജിയസ് ലീഡേഴ്സ്, അവരെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ട്രൂത്ത് പറയുന്നില്ല, ഗോസ്പൽ പറയുന്നില്ല, അവരെ കെയർ ചെയ്യുന്നില്ല, അവരെ ആശ്വസിപ്പിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. 9-ാമത്തെ വാക്യം, ആ ജീവൻ വെച്ച് തരിക എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫിലിപ്പി ലേഖനം പഠിപ്പിച്ചപ്പോൾ വളരെ വിശദമാക്കിയൊരു വാക്യമാണ്. ഫിലിപ്പിയൻസ് 2:17. ഇങ്ങനെയാണ് അവിടെ നമ്മൾ ഫിലിപ്പി ലേഖനത്തിനകത്ത് വായിക്കുന്നത്. ഐ ബി ഓഫേർഡ് ഓൺ ദ സാക്രിഫൈസ് ഓഫ് യുവർ ഫെയ്ത്ത് എന്നൊരു പ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, ഇനിയും ഞാൻ സന്തോഷിക്കും. വായിക്കുന്നില്ലേ? നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷ, അതായത് ഫിലിപ്പിയ സഭയുടെ വിശ്വാസമാണ്, ആ സഭയുടെ വളർച്ചയാണ് എഴുത്തുകാരൻ അവിടെ പറഞ്ഞേക്കുന്ന സാക്രിഫൈസ്. ആ സാക്രിഫൈസിന്റെ മേൽ പാനീയയാഗമായിട്ട് ഒഴിക്കുക. ആ ഓൾഡ് ടെസ്റ്റമെന്റിലെ പാനീയയാഗത്തിന്റെ മേൽ 1 കപ്പ് വീഞ്ഞൊഴിക്കുന്നതാണെങ്കിൽ, പഴയ നിയമത്തിലെ യാഗത്തിന്റെ മേൽ 1 കപ്പ് വീഞ്ഞൊഴിക്കുന്ന ആ ഒരു കാര്യത്തിനാണ് പാനീയ യാഗം എന്ന് വിളിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സഭയുടെ വളർച്ച, നിങ്ങളുടെ ആത്മീയ വളർച്ച എന്നതാണ് യാഗം. ആ യാഗത്തിന്റെ മേൽ നിങ്ങളുടെ വളർച്ചയ്ക്കായിട്ട്, നിങ്ങളുടെ ദൈവപ്രസാദത്തിനായിട്ട് എൻ്റെ ജീവന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും സന്തോഷിക്കും, ഇനിയും ഞാൻ സന്തോഷിക്കും. അതായത് താൻ എവിടെല്ലാം ശുശ്രൂഷിച്ചോ അവിടെയെല്ലാം ജീവനേക്കാൾ ദൈവസഭയെ സ്നേഹിക്കുകയായിരുന്നു. ഒരാളെ ഉള്ളെങ്കിലും ദൈവസഭ നമ്മുടെ പ്രാണനേക്കാൾ വിലയേറിയതായിരിക്കണം, നമ്മുടെ ജീവനേക്കാൾ പ്രാധാന്യതയായിരിക്കണം. നമ്മുടെ ജീവനേക്കാൾ നമുക്ക് ആർദ്രത ഉണ്ടാകേണ്ടത്, സ്നേഹം ഉണ്ടാകേണ്ടത്, നമ്മുടെ സെൽഫിനേക്കാൾ നമ്മൾ കെയർ ചെയ്യേണ്ടത് ദൈവസഭയുടെ ആത്മീയ വളർച്ചയായിരിക്കണം. അവരുടെ അതിൻ്റെ പ്രോഗ്രസ് ആയിരിക്കണം, അതിൻ്റെ ഹോളിനെസ് ആയിരിക്കണം, അതിൻ്റെ വിശുദ്ധിയായിരിക്കണം. നോക്കൂ,
ഇവിടെ എൻ്റെ ജീവൻ ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. അവിടുത്തെ ആ യാഗം എന്നുള്ളത് എൻ്റെ ബ്ലഡ് അല്ല, അവിടുത്തെ പ്രധാന യാഗം ദൈവസഭയാണ്. അതിനാണ് പ്രാധാന്യത. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. ഞാൻ അടുത്ത ആഴ്ചയിൽ ഇതിനെ അല്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഫാദർലി കൺസേണിലേക്ക് പോകാൻ. നോക്കൂ, ഒരമ്മയുടെ ഹൃദയം പോലെ, ഒരമ്മയുടെ വാം സഭയ്ക്ക് കുഞ്ഞിന് നൽകുന്ന പോലെ ഓമനിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ പോറ്റി നിങ്ങളുടെ ഇടയിൽ വളരെ ജെന്റിലായിട്ടിരുന്നു. ഞങ്ങൾ ഗോസ്പല് പറഞ്ഞു, സാന്റിഫിക്കേഷന്റെ ദൂത് പറഞ്ഞു, ഞങ്ങളുടെ പ്രാണൻ വെച്ച് തരാൻ താല്പര്യമായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങളുടെ പ്രാധാന്യത ദൈവസഭയാണ്, ദൈവസഭയുടെ വളർച്ചയാണ്. അതിനെ തകർക്കാൻ ഒരു ശക്തികളെയും ഞങ്ങൾ സമ്മതിക്കില്ല. ജീവനേക്കാൾ ദൈവസഭയെ സ്നേഹിച്ച ഒരമ്മയുടെ ഹൃദയമുള്ള ശുശ്രൂഷകൻ. ഈ വചനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ശുശ്രൂഷയ്ക്കും ഒക്കെ അധികം പ്രചോദനമാകട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.